Good evening. Only 22 people, right? Good evening. Um, it's because of Onam exams. ഓണം എക്സാം കാരണമാണോ അമ്മമാരൊക്കെ ലീവ്? Okay, fine. We will start our prayer, and after that, if anybody is ready for giving, signing in, please. Anyone is there to give prayer? Yes, we will have silent prayer. And after that, if anybody is ready for giving this signing, please be ready. Okay. മിസ്സേ, ഞാൻ പറയാം പ്രയർ. Please, please. പ്രയർ ചെല്ലട്ടെ. കേൾക്കുന്നുണ്ടോ മിസ്സേ പറയണത്? കേൾക്കാം. പ്രയർ പറഞ്ഞോളൂ, ചൊല്ലിക്കോളൂ. Thank you, God, for the world so sweet. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you, God, for everything. Okay, very good. Is there anybody ready with? Not anybody. Everybody has to be prepared for the sign-in, but there is time constraints. We have to do two of any people can do that. And after in the winding up session, you two can do the sign out also.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ക്ലാസ്സിൽ. പ്രെയർ കഴിയുമ്പോൾ സൈൻ ഇൻ ചെയ്യാം, തോട്ട് ഓഫ് ദ ഡേ ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കുക, ആർക്കാണോ പറ്റുന്നത് അവര് ചെയ്യും. ആരുമില്ല സൈനിന്? ആരുമില്ലേ? തോട്ട് ഓഫ് ദി ഡേക്ക് ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. തോട്ട് ഓഫ് ദി ഡേക്ക് സ്റ്റോറി പോലെ പറയാം, അല്ലാതെ ഞാൻ ചെയ്യാം. ആണോ? ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ മാർക്ക് ട്വെയിൻ്റെ ഒരു കോട്ടാണ്. ഗുഡ് ഡിസിഷൻസ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് കം ഫ്രം മേക്കിംഗ് ബാഡ് ഡിസിഷൻസ്. അത്രേ ഉള്ളൂ മാം. Yes. Good decision comes from experience. Okay, that's very good. എല്ലാവർക്കും അതിന്റെ ഒരു ഡെപ്തിൽ മനസ്സിലായി തോന്നുന്നു. എനിവൺ ഹാസ് എനി കമന്റ് ടു സേ അബൌട്ട് ദാറ്റ്? അതിനെ പറ്റി എന്തെങ്കിലും പറയാൻ, എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അബൌട്ട് ദ തോട്ട് ഓഫ് ദ ഡേ? ആരുമില്ല? ആരായിരുന്നു പറഞ്ഞത്? സൈൻ കാണുന്ന പേരെന്തായിരുന്നു? പറഞ്ഞത് ആരായിരുന്നു? തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞ ആളാരായിരുന്നു? ഞാനൊരു മനുഷ്യൻ. ശില്പയാണോ? ഓക്കെ ഓക്കെ. പ്രെയർ ആയിരുന്നു അല്ലേ അത്? ഓക്കെ. ശില്പ, ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മെന്റ് ബൈ ദാറ്റ്? ഓക്കെ, നമ്മുടെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസിലും, ഗുഡ് ഡിസിഷൻ എടുക്കുന്ന ഓരോ എക്സ്പീരിയൻസിലും നമുക്ക് അതിന് ഉള്ള ഒരു ഇത് തരുന്നത് നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം. ഒരു തെറ്റായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആർജിക്കുന്ന ആ ഊർജവും ഉൾക്കൊള്ളുന്ന നല്ല കാര്യങ്ങളും, അതെന്തുകൊണ്ട് എങ്ങനെ അതെന്തുകൊണ്ട് വന്നു, എങ്ങനെ അതങ്ങനെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷനായി മാറി, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നീട് ഒരു സമയത്ത് ഒരു തെറ്റായിട്ടുള്ള ഡിസിഷനിലേക്ക് പോകാതെ നല്ല ഡിസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതിന് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതായി മാറുന്നത്. Okay, very good. Okay, please prepare for sign in and sign out. ഫസ്റ്റ് ബാച്ചിലെ ഒരു കുട്ടി, അത് കുട്ടികൾ ഡിന്നർ കഴിക്കുന്ന കാരണം സൈൻ ഔട്ട് ആണ് അത് ചെയ്തത്. അത് സൈൻ ഔട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ വെച്ചിട്ടായിരുന്നു. 2 ഗേൾസ് ഉണ്ട് ആൾക്ക്, ഡോട്ടേഴ്സ്. അപ്പൊ അവരെ വെച്ചിട്ടായിരുന്നു സൈൻ ഔട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന്, ഇപ്പൊ നിങ്ങള് ഈ ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് പോകുന്നതോ സൈൻ ഔട്ട് ചെയ്യാം. അത് കൂടാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ 2 മക്കളെയും സ്റ്റുഡൻസ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് സൈൻ ഔട്ട് കാണിച്ചത്. ക്ലാസ്സിൽ നിന്ന് സൈൻ ഔട്ടോ സൈൻ ഇന്നോ പല പല ആക്ടിവിറ്റീസ് ലൈക്ക് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹഗ്, പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ സെലക്ട് ചെയ്യും അവർക്ക് ഏത് വേണം എന്നുള്ളത്. ഹഗ്ഗിൽ ടച്ച് ചെയ്ത് അവർ സെലക്ട് ചെയ്യുവാണെങ്കിൽ അവരെ ഹഗ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി കേട്ടോ. നല്ല കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. ഇറ്റ്സ് വെരി ഗുഡ്. വളരെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പല കാര്യങ്ങളും, ഈവൻ ഐഡന്റിക്കൽ ട്വിൻസിൽ തന്നെ നമുക്ക് ഡിഫറൻസസ് കാണാനായിട്ട് പറ്റും. ഫാദർ ആൻഡ് സൺ, മദർ ആൻഡ് ഡോട്ടർ, അങ്ങനെയൊക്കെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഒരേ കൾച്ചറിലുള്ളവരാണെങ്കിൽ തമ്മിലോ ആണെങ്കിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പിന്നെ പല ഫാക്ടേഴ്സും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ആ ഒരു NPC നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ കാര്യം പറഞ്ഞു. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ആസ് പെർ ദ ലോസ് ഓഫ് നോർമൽ പ്രോബബിലിറ്റി കർവ്. ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ കർവിന് ഒരു പീക്ക് ഉണ്ട്. അപ്പം അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കുക.
പിന്നെ അതുപോലെ തന്നെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസും ഉണ്ട്. നമ്മൾക്ക് തന്നെ പല സിറ്റുവേഷനിൽ പല ഡിഫറൻസസ് വരാം അല്ലെ. നമ്മളിപ്പം ഇത് നമ്മൾ ഹെൽത്ത് ഒക്കെ നമ്മളുടെ ഓക്കെയാണ്, നമുക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ അത്ര ഉണ്ടാവില്ല ചില സമയങ്ങളിൽ. പക്ഷെ നമുക്ക് ഭയങ്കര കോൾഡ് ആണ്, ഹെഡേക്ക് ആണ്, ആ സമയത്ത് സെയിം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോ ഇറിറ്റേറ്റഡ് ആവും അല്ലെ. കാരണം നമുക്ക് അത്രയും വിശപ്പുണ്ട്, ഫുഡിന് ടേസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ വരും. അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇനി അത് പുറത്തേക്ക് ഇൻട്രാ അങ്ങനെ വരുവാണെങ്കിൽ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയില്ലേ ചില കുട്ടികളുടെ കാര്യത്തില് വീട്ടിലൊരു സ്വഭാവം പുറത്ത് വേറൊരു സ്വഭാവം, ആ ഒരു രീതിയിൽ പറയില്ല. സിറ്റുവേഷൻ അനുസരിച്ച് അവിടെയും മാറ്റം വരുന്നു. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രോൾ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ നോർമൽ പ്രോബബിലിറ്റി കർവ് പറഞ്ഞു, ബോത്ത് ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറഞ്ഞു. പിന്നെ അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ഒന്നുകൂടെ ഞാൻ പറയാം. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് എഡ്യൂക്കേഷന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ആരെങ്കിലും വായിക്കാമോ ആ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട്? ഓക്കെ, പ്ലീസ്. Education significance of individual difference. Knowledge of individual differences of pupils is of enormous significance to the teacher. Understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with apt educational experiences geared to his potentialities, interests, and experiential background. The democratic approach in education anticipates equal educational opportunities for all. Equal education opportunities does not inevitably mean the same educational opportunity that may really promote greater inequality. Rather, it means the best education for each child. There is nothing so unlike the equal treatment of unequal pedocentric education makes proper arrangements for a child's education, analyzing the peculiar nature and special abilities. In a democratic country, every individual has the right to attain a definite level of development. So, education is very important when considering with individual differences. കുട്ടികളുടെ ഒരു നോളജ് എന്ന് പറയുന്നത് അത് കുട്ടികളുടെ നോളജ് അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ നോളജ് എന്ന് പറയുന്നത് എനോർമസ് ആണ്. എനോർമസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ്, ധാരാളം, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവരുടെ ഒരു നോളജ് ഇൻഡിവിജ്വൽ ഡിഫറൻസുമായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലാണ്, എനോർമസ് ആണ്, അബണ്ടൻസ് ആണ്. പിന്നെ ടീച്ചറുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളെ മനസ്സിലാക്കണം, ടു അണ്ടർസ്റ്റാൻഡ് ദം ആൻഡ് അപ്രീഷിയേറ്റ് ദം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ എപ്പോഴും പോസിറ്റീവ്, അവരെ ബൂസ്റ്റ് ചെയ്യാനാണ് ഒരു ടീച്ചർ. ടീച്ചറല്ല, നമുക്ക് ഫെസിലിറ്റേറ്റർ നമുക്ക് പറയാം. ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത് അവരെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കമന്റ്സോ ആക്ഷൻസോ ജസ്റ്റേഴ്സോ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് വരരുത്, ഒരു പണിഷ്മെന്റും വരരുതെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഈ സ്റ്റുഡൻസ് പ്യൂപ്പിളിനിടയ്ക്കുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത് റുഡിമെന്ററി എന്ന് വെച്ചാൽ അതൊരു ബേസിക് ആണ്, ഒരു ഫണ്ടമെന്റൽ ആണ് ടു പ്രൊവൈഡിങ് ഈച്ച് ആൻഡ് എവരി പീപ്പിൾ വിത്ത് ആപ്റ്റ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ഗിയർഡ് ടു ഹിസ് പൊട്ടൻഷ്യാലിറ്റി. നമ്മൾ പറഞ്ഞു കുറേ പൊട്ടൻഷ്യൽ ഉണ്ട് കുട്ടികൾക്ക്, അവരുടെ നോളജ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അത് അബണ്ടൻസ് ആണ്, ധാരാളമായിട്ടുണ്ട്. അപ്പം പിന്നെ ടീച്ചറുടെ റോള്, ഫെസിലിറ്റേറ്ററുടെ റോള് അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ പൊട്ടൻഷ്യല് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യാനുള്ള ഒരു ബേസിക് കാര്യമാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഓരോ കുട്ടിയും യുണീക്ക് ആണ്, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും വ്യത്യാസമായിരിക്കും, ഓരോരുത്തരുടെ പൊട്ടൻഷ്യലും വ്യത്യാസമായിരിക്കും. അതെല്ലാം അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്.
ചിലര് ഭയങ്കരമായിട്ട് മാത്സിലായിരിക്കും, ചിലര് സയൻസിലായിരിക്കും, ചിലര് ആർട്സിലായിരിക്കും. അപ്പൊ ഓരോ കുട്ടിയും യൂണീക്ക് ആണ്. അപ്പൊ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവരുടെ പൊട്ടൻഷ്യലിന്റെ ഒരു ഫണ്ടമെന്റൽ ആണ്, ബേസിക് ആണ്. ഓക്കെ, അല്ലാതെ പഠിത്തം മാത്രമല്ല എന്ന് പറയുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ്സിൽ ശരിക്കും എല്ലാ ഏരിയയിലും കൂടെ കടന്നു പോകും. ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ സയൻസ്, ഇപ്പൊ ബയോളജിയിൽ തന്നെ എല്ലാം, സുവോളജി, ബോട്ടണി, അങ്ങനെയുള്ള, പിന്നെ അവരുടെ ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. കുക്ക് ചെയ്യാനും അവർ പഠിക്കുന്നു, അവര് ഡിസിപ്ലിൻ പഠിക്കുന്നു, അവരുടെ എല്ലാത്തിലും അവർ ട്രെയിൻഡ് ആവുകയാണ്. അപ്പൊ ഇവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി, അവരുടെ യുണീക്നെസ്, പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി, അവരെ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫെസിലിറ്റേറ്ററുടെ ജോലി. ഇനി എല്ലാവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം. അതൊരു ഡെമോക്രാറ്റിക് അപ്രോച്ച് ആണ്. നമുക്ക് ഫ്രീഡം കിട്ടി, നമ്മളുടെ ഭരണഘടനയൊക്കെ എഴുതുന്ന സമയത്ത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, ആണിനും പെണ്ണിനും തുല്യ അവകാശമാണെന്നൊക്കെ പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? പാവപ്പെട്ടവനും ഏതൊരു അവസ്ഥയിലുള്ള ഒരാൾക്കാണെങ്കിലും വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യ അവകാശമാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, അതാണ് പറയുന്നത്. ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി മോണ്ടിസോറി മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ സെയിം നല്ലല്ലോ മെയിൻ ചെയ്യുന്നേ. ഇവിടെ എന്താ പ്രത്യേകത? ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. So doesn't mean the same educational opportunity that may really promote greater inequality. സെയിം എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി അല്ല വരുന്നത്, എന്താണോ അവിടെ ആവശ്യം. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിലോ പഠിച്ചില്ലേ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് അല്ല, ആ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നല്ല കുറെ മെത്തേഡ്സ് കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് അപ്ലൈ ചെയ്തപ്പോൾ എല്ലാത്തിനും നെഗറ്റീവ് ഇമ്പാക്ട് പലതിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായി. ശരിയായ രീതിയിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ നടന്നില്ല. അതാണ് പറ്റിപ്പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നല്ല നല്ല ഐഡിയാസ് ഒക്കെ ആയിരുന്നു സിസ്റ്റത്തിൽ കൊണ്ടുവന്നത്, പക്ഷെ അതിന് എന്തൊക്കെയോ പാളിച്ചകൾ എവിടെയൊക്കെയോ പറ്റിപ്പോയി. അതാണ് കുറെ DPEP-എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോന്നൊക്കെ വന്നിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയൊക്കെയോ അതിൽ കുറെ നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും സംഭവിച്ചു. പിന്നെ പീഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, അതാണ് ശരിക്കും വേണ്ടതെന്നാണ് പറയുന്നത്. കുട്ടികളെ അവർക്കായിരിക്കണം ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, അവർക്കായിരിക്കണം പ്രയോറിറ്റി. പീഡോ സെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ ആവശ്യങ്ങൾ മാത്രം അവർക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ് പീഡോ സെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടിയാണ് അവിടെ കിങ്, ചൈൽഡ് ഈസ് ദ കിങ്. ആ ഒരു രീതിയിലുള്ള ചൈൽഡ് ഈസ് ദ സെന്റർ ഓഫ് ദ എഡ്യൂക്കേഷൻ പ്രോസസ്. അപ്പൊ ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. കുട്ടികളുടെ യുണീക്ക്നെസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി, അവരുടെ സ്പെഷ്യൽ എബിലിറ്റീസ് മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്യും. In a democratic country, every individual has the right to attain a definite level of development. എല്ലാ ഇൻഡിവിജ്വലിനും അവരുടേതായ രീതിയിൽ ഒരു ഉയർച്ചയിൽ എത്താനുള്ള എത്തേണ്ട റൈറ്റ് ഉണ്ട്, ആ ഒരു അവകാശം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹ്യൂമൻ ബീയിങ്സിന് മറ്റുള്ളവരിൽ നിന്ന് സ്ക്രോൾ ചെയ്യട്ടെ കേട്ടോ. ഹ്യൂമൻ ബീയിങ്സിനെ മറ്റുള്ള അനിമലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറെ യുണീക്നെസ്, പ്രത്യേകതകളുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നാണ് ഇനി പറയുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫിസിക്കലി ഉള്ള വ്യത്യാസങ്ങള്, പിന്നെ മെന്റലി ഉള്ളത്, ഇമോഷണലി ഉള്ളത്, ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും അനുസരിച്ചുള്ളത്, എബിലിറ്റിക്ക് അനുസരിച്ചുള്ള വ്യത്യാസങ്ങള്, അവരുടെ മൂവ്മെന്റ്സ്. പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, കമ്പയർഡ് ടു മെൻ
വുമൺ എന്ന് പറയുമ്പോൾ അവർക്ക് മെമ്മറി പവർ കൂടുതലാണ്. പക്ഷെ മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മോട്ടോർ ഡെവലപ്മെന്റ് അവർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. വീട്ടിലൊരു എന്താ പറയാ ടാപ്പ് എന്തെങ്കിലും കേടായി ജനറലി കുറച്ചുകൂടെ അത് പെട്ടെന്ന് ചെയ്യുന്നത് ഇതായിരിക്കും. പിന്നെ ഒരു വണ്ടി തള്ളി നിൽക്കുക, അപ്പൊ അങ്ങനെ കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫോഴ്സ് ആവശ്യമുള്ളതൊക്കെ അതിൽ മെൻ ആയിരിക്കും മുമ്പിൽ കമ്പയർഡ് ടു വുമൺ. പക്ഷെ സ്ത്രീകൾക്ക് പൊതുവെ ബാക്കി വീടുകൾ നല്ല അറേഞ്ച് ചെയ്ത് വെക്കാനും എല്ലാം ഓർഡറിൽ വെക്കാനും പിന്നെ എന്താ പറയാ ഓർമ്മ, അവർക്ക് മെമ്മറി വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതില് ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്സ് ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ മെന്റൽ ഡിഫറൻസസും പറയുന്നുണ്ട്. ABCD EF എന്നുള്ള രീതിയിൽ പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് 2 പോയിന്റ്സ്, അതായത് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്സും മെന്റൽ ഡിഫറൻസും, ഈ രണ്ടെണ്ണം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ചെറിയ 2 പാരഗ്രാഫ് നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, മെയിൻ ആയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? അക്വയർഡും ഇൻഹെറിറ്റഡ്. അക്വയർഡും ഇൻഹെറിറ്റഡും. യെസ്, ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്, നമുക്ക് ബൈ ബർത്ത്. അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്നത്, നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ 2 ആക്ടേഴ്സിനെ കമ്പയർ ചെയ്താൽ എനിവൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോ ഒഫൻസ്, ഓക്കെ, മോഹൻലാൽ മമ്മൂട്ടി വിചാരിക്കുവാണെങ്കിൽ മോഹൻലാലിന് ജനറ്റിക് ആയിട്ട് ബൈ ബർത്ത് ഭയങ്കര ടാലന്റാന്ന് പറയപ്പെടുന്നത്. മമ്മൂട്ടി നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത ആക്ടർ ആയതാണ്. ഒത്തിരി അദ്ദേഹം വളരെ കാര്യങ്ങൾ മൈന്യൂട്ട് പോയിന്റ് വരെ ശ്രദ്ധിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ആക്ടറും. മോഹൻലാലിന് അന്ന് ഇൻബോൺ ആയിട്ട് കുറെ ടാലൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വൺ ഈസ് ഇൻഹെറിറ്റഡ്, അതായത് ജനറ്റിക് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റേത് അക്വയർഡ്, നമ്മൾ അച്ചീവ് ചെയ്തെടുത്തത്, ആർജിച്ചെടുത്തത്. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റഡിൽ വരുന്നതാണ് ഫിസിക്കൽ, മെന്റൽ, പിന്നെ ഒരെണ്ണോടെ ഉണ്ട് ടെമ്പറാമെന്റൽ എന്നുള്ളത്. ടെമ്പറാമെന്റൽ എന്ന് പറയുന്നത് ഞാൻ അയച്ചു തരാം കേട്ടോ. നമ്മളുടെ മൂഡ്സ്, ഇമോഷൻസ്, ഇതെല്ലാമാണ് ടെമ്പറാമെന്റൽ. അപ്പൊ ജനറ്റിക് ആയിട്ട് വരുന്നതാണ് ഈ 3 ഫിസിക്കൽ, മെന്റൽ, ടെമ്പറാമെന്റൽ. ടെമ്പറാമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് അവർ മൂഡ്സ് ആൻഡ് ഇമോഷൻസ്. ഫസ്റ്റ് 1 ഇൻഹെറിറ്റഡ് ആയിരുന്നു, ദാറ്റ് ഇസ് ജനറ്റിക്, എല്ലാവർക്കും ഇൻബോൺ ആയിട്ട് വരുന്നത്. അത് തന്നെ 3 ഉണ്ട്, ഫിസിക്കൽ, മെന്റൽ, ടെമ്പറാമെന്റൽ. ടെമ്പറാമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡ്, ഇമോഷൻസ്, അതിനെയൊക്കെ ഭയങ്കര മൂഡി ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ അത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇൻഹെറിറ്റഡ് സെഷൻ ആദ്യം നോക്കാം. അതായത് നമ്മൾക്ക് ജനറ്റിക് ബൈ ബർത്ത് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 1 ആണ് ഈ പറയുന്ന ഫിസിക്കൽ. എന്തോ ഫിസിക്കൽ, മെന്റൽ, സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? ഫിസിക്കൽ, ലാസ്റ്റത്തിന്റെ സ്പെല്ലിംഗ്. ടെമ്പറാമെന്റൽ ആണോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, ആദ്യം ടെമ്പർന്ന് എഴുതുക, TMPER. ടെമ്പർ. ടെമ്പർ എനിക്ക് പിന്നെ ഏന്ന് എഴുതുക, എ കഴിഞ്ഞിട്ട് പിന്നെ മെന്റൽ, ടെമ്പറാമെന്റൽ. ക്ലിയർ ആയോ? ഓക്കെ. ഇൻഹെറിറ്റഡ് ആയിരുന്നു. ഇൻഹെറിറ്റഡിന്റെ 3 ഡിവിഷൻസ് ആണ്. ഓക്കെ, ശരി മാം. ഫിസിക്കൽ, മെന്റൽ, ടെമ്പറാമെന്റൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, ദാറ്റ് ഈസ് ഫിസിക്കൽ. നമുക്ക് അവിടെ ഒരു ചെറിയ പാരഗ്രാഫ് അതിനകത്തുണ്ട്, ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്സ്. അത് നിങ്ങൾ വായിച്ചോളൂ. അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള നമ്മളുടെ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഹൈറ്റ്, വെയിറ്റ്, കളറ്, തിൻ, ഫാറ്റ്. ഇത് ശരിക്കും ഒരു പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളെ പറ്റി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പൊ ആരാന്ന് പിടികിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയില്ലേ പൊക്കം കുറഞ്ഞിട്ട്, അങ്ങനെ പറയും അല്ലെ? നമുക്ക് എന്താണ് ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ മുടി നിറയെ മുടിയുള്ളത്, അല്ലെങ്കിൽ മുടി കുറച്ച് നരച്ചിട്ട് എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഒരു മുഖത്തൊരു ബ്യൂട്ടി സ്പോട്ട് പോലെ ഒരു കറുത്ത സ്പോട്ട് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ഐഡന്റിറ്റി പറയും അല്ലെ? പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഡിഫോർമേഷൻ കൈക്കോ കാലിനോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. അതൊരു തെറ്റല്ല, ഒരാളെ നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കാണുന്ന ചില ഫിസിക്കൽ ഡിഫറൻസസ് ആണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു
ഡിഫറൻസസ് ഉണ്ടോ, പറയാനുണ്ടോ? ഇല്ല അല്ലെ. ചിലരുടെ മുടി നല്ല സിൽക്കി ഹെയർ ആണെന്ന് പറയാം. ചിലരുടെ പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ട് മുടി നരച്ചിട്ട്, മുടി കുറവായിട്ട്, കുറച്ച് മുടി പോയി, മുടി കുറെ ഊരിപ്പോയത്, തിൻ ഹെയർ ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റൗട്ട് മണ്ണുള്ളത്, മെലിഞ്ഞ ആള്, അങ്ങനെയൊക്കെ നമ്മൾ ഫിസിക്കൽ ട്രേറ്റ്സിൽ പറയാറുണ്ട് അല്ലെ. അതൊരു തെറ്റില്ല. ഷോർട്ട്നെസ്, ടോൾനെസ്, നമ്മളുടെ ഇത് പൊക്കം കുറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പൊക്കം ഉള്ള ആളാണ്. പിന്നെ ഡാർക്ക്നെസ്സും ഫെയർനെസ്സും നമ്മളുടെ നിറം വെച്ചിട്ട് പറയും. പിന്നെ കോംപ്ലക്ഷൻ അല്ലെ, അത് വെച്ചിട്ട് പറയും. പിന്നെ വണ്ണം ഉണ്ടോ, വണ്ണം ഇല്ലേ, പിന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനില്ലേ, അങ്ങനെ പറയാറില്ലേ ചിലർ. ഐ കളർ, കറക്റ്റ്, ഐ കളർ, ചിലരുടെ കണ്ണിന് ചിലപ്പോൾ പ്രത്യേകത ഉണ്ടാവും. ഒരു പൂച്ചക്കണ്ണുള്ളത്, അല്ലെങ്കിൽ ബ്ലൂ ഐസ്. ഇപ്പൊ ഐശ്വര്യ റായിയുടെ ഒരു ബ്ലൂ പോലത്തെ ഐസ് ആണല്ലോ, വെള്ളാരങ്കല്ല് പോലെ എന്നൊക്കെ ചിലരുടെ കണ്ണിനെയൊക്കെ പറയില്ലേ. അതെല്ലാം ഫിസിക്കൽ ഡിഫറൻസസിൽ വരാം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ഫസ്റ്റ് സെക്ഷനിലെ, അതായത് 2 ആയിട്ട് മെയിൻ ഡിവിഷൻ ഉണ്ട്. ആ മെയിൻ 2 ഡിവിഷനിലെ ഒന്നാമത്തെ ആയ ഇൻഹെറിറ്റഡിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മളിപ്പോ പറഞ്ഞത് ഫിസിക്കൽ. അതിൽ തന്നെ 3 ഉണ്ട്. ഫിസിക്കൽ ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മെന്റൽ ഡിഫറൻസസ്. ഓക്കെ, മെന്റൽ ഡിഫറൻസസ് വായിച്ചോളൂ. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? മെന്റൽ ഡിഫറൻസസിൽ എന്തൊക്കെ പറയാം? ജസ്റ്റ് സിമ്പിൾ ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇത്തിരി നോർമൽ അല്ല, അല്ലെങ്കിൽ അയാളൊരു നോർമൽ ആണ് അല്ലെ. നമ്മൾ ഒറ്റ വാക്കിൽ ആ മെന്റൽ ഡിഫറൻസിനെ പറയുവാണെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് നോർമൽ അല്ല. നമ്മൾ എന്താ നോർമൽ അല്ല എന്നുള്ളതൊന്നും ഉദ്ദേശിക്കുന്നത്, എന്തോ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ മെന്റൽ ഡിഫറൻസ് പറയുന്നത്. അറിയില്ലേ, ചില ആൾക്കാരെ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല, അത് എന്തോ ഒരു ചെറിയ പ്രശ്നം ആൾക്കുണ്ട്, ഒരു ഇത്, അങ്ങനെയൊക്കെ നോർമലി നമ്മൾ സംസാരിക്കാറുണ്ട്. ആക്ച്വലി മെന്റൽ ഡിഫറൻസസും ഒരു ഫാക്ടറാണ്, അതും ഉണ്ട്. അതിൽ തന്നെ നമ്മളുടെ ബുദ്ധിയിലെ ഡിഫറൻസസ് പറയില്ലേ. ചില കുട്ടികൾ ഭയങ്കര സ്ലോ ലേണേഴ്സ് ആണെന്ന് പറയും, ചിലര് ആവറേജ് ആണ്. അങ്ങനെ ടീച്ചേഴ്സ് തരംതിരിക്കാറില്ലേ, ബിലോ ആവറേജ്, ജസ്റ്റ് എബോവ് ആവറേജ്, ബ്രൈറ്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പൊ മെന്റൽ ഇന്റലിജൻസിന്റെ കേപ്പബിലിറ്റീസ് അനുസരിച്ചാണ് മെന്റൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ച് പലപ്പോഴും ഇൻഡിവിജ്വൽസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സാധാരണ 10th എക്സാം ആവുമ്പോഴേക്കും സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി പലരും കുട്ടികളെയും കൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നു. സൈക്കോളജിസ്റ്റ് എന്തൊക്കെയോ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു അവരുടെ ആ ഒരു IQ ലെവൽ. സോ എത്രയോ ലെവലിന്റെ താഴെയാണെങ്കിൽ സ്ക്രൈബ് വേണം എന്നുള്ള രീതിയിൽ IQ ലെവല് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇൻഡിവിജ്വൽസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂപ്പർ നോർമൽ എന്ന് പറയുന്നത് IQ ലെവല് എബോവ് 120 ആവുമ്പോഴാണ് സൂപ്പർ നോർമൽ എന്ന് പറയുന്നത്. ഒരു 0 to 50 IQ ഒക്കെ ആണെങ്കിൽ ഇഡിയറ്റ്സ് എന്ന് പറയും. നമ്മൾ അത് യൂസ് ചെയ്യേണ്ട, നമ്മളത് പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഇത്രയും ജനറലി അറിഞ്ഞാൽ മതി. IQ ലെവല് അനുസരിച്ച് മെന്റൽ ഡിഫറൻസസ് വരാം. മെന്റൽ ഡിഫറൻസ് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഇന്റലിജൻസ്, ബുദ്ധിയുമായിട്ട് റിലേറ്റഡ് ആണ്. IQ ലെവൽസിനനുസരിച്ച് അത് ആൾക്കാരെ പല രീതിയിൽ പറയാറുണ്ട്. സോ ഇന്റലിജൻസ് ലെവൽ അനുസരിച്ച് അതിനകത്ത് കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സെന്റൻസുകളൊന്നും വേണ്ട. ദേ ആർ നോർമലി ക്ലാസിഫൈഡ് ആസ് ഇഡിയറ്റ്, ഇംപെസിബിൾ, മോറൻ, അങ്ങനെയുള്ള അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇത്രയൊന്നും അറിഞ്ഞാൽ മതി. IQ ലെവൽസിനനുസരിച്ച് നമുക്ക് പറയാവുന്നതാ. മെന്റൽ ഡിഫറൻസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ആ വേർഡ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കണ്ട കേട്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ഓക്കെ അല്ലേ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സുപ്പീരിയർ, ജീനിയസ്, അതൊക്കെ ഓക്കെ. പക്ഷെ IQ ലെവലിന്റെ വേരിയേഷൻ അനുസരിച്ച് there is mental differences. നമുക്ക് അത് മതി, മറ്റേ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നത്.
ഈ സ്കൂളുകളിൽ പറഞ്ഞില്ലേ ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് IQ ലെവലിനനുസരിച്ചാണ് ആളുകൾ കുട്ടികൾക്ക് സ്ക്രൈബ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നെക്സ്റ്റ് വൺ ഈ മെന്റൽ ഡിഫറൻസിൽ തന്നെ വരുന്നത് ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്. അവരുടെ ആറ്റിറ്റ്യൂഡ് അത് ഇതും വരും കേട്ടോ, ടെമ്പറാമെന്റലും വരും. നമ്മളുടെ മൂഡ്സിനനുസരിച്ച് നമ്മൾ വ്യത്യാസമായിട്ടായിരിക്കും പെരുമാറുന്നത് അല്ലെ? അത് ശരിയല്ലേ? അതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? അത് എല്ലാ സമയത്തും നിങ്ങൾ ഒരേപോലെ ഹാപ്പി ആയിട്ടൊക്കെയാണോ ഇരിക്കുന്നത്? അല്ല മിസ്സേ, ഓരോ സമയത്ത് ഓരോ തരം അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് പെരുമാറുന്ന രീതി തന്നെ മാറും. ഇപ്പൊ എനിക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞു, എനിക്കിപ്പോ കോൾഡും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം കുട്ടികളുടെ അടുത്ത് ഇപ്പൊ രാവിലെ ആയാലും അവരെ സ്കൂളിൽ വിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്, ഷെയർ ചെയ്തോട്ടെ? യെസ് യെസ് പ്ലീസ്. അപ്പൊ രാവിലെ ഇപ്പൊ മുടി കെട്ടി കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു റിബൺ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു റിബൺ കഴുകണം എന്ന് പറഞ്ഞു. കഴുകാതെ നാളെ ഞാൻ കെട്ടിത്തരില്ല എന്ന് പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ അവരെ 6ാം ക്ലാസ്സിലായി ഉടനെ. അപ്പൊ ഞാൻ പറഞ്ഞു റിബൺ കഴുകേണ്ടത് അവനാന്റെ ഡ്യൂട്ടിയാണ്, അപ്പൊ അത് കഴുകിയിട്ട് കെട്ടി. അപ്പൊ എന്റെ അടുത്ത് മറുപടി പറയുന്നത് നാളെ അമ്മ കെട്ടിത്തരണ്ട എന്നാണ് മറുപടി പറയുന്നത് രാവിലെ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്, ഞാൻ നാളെ കഴുകാം അമ്മേന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിത്തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കെട്ടി കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ ആ റിബൺ അഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് കെട്ടിത്തരണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇന്ന് തന്നെ കെട്ടിത്തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് കരഞ്ഞു, വിഷമായിട്ട് കരഞ്ഞു. അപ്പൊ ഇനി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ടും വയ്യായി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമാണ് കൂടുതലും അത് എഫക്ട് ചെയ്തത്. അങ്ങനെ ഞാനും ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കറിയാം. എന്നാലും നമുക്ക് ആ ദേഷ്യത്തിന്റെ സമയത്ത് ഞാൻ കെട്ടിയ റിബൺ ഞാൻ അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ കെട്ടിത്തരില്ല റിബൺ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇന്ന് കാലത്തോട്ട് ഞാൻ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനും റിബൺ കഴിയിക്കായിരുന്നു. മോള് ഒരു 5th 6th സ്റ്റാൻഡേർഡ് സമയത്ത് അവളെ കൊണ്ട് കഴിയിക്കായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കഴുകാതെ കൊണ്ടിടും. എന്നിട്ട് വേഗം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കും, വേഗം കഴിക്കോളാൻ പറയും. പിറ്റേ ദിവസം ഉണങ്ങണമല്ലോ. 2 പേരുണ്ടാവും, അതുകൊണ്ട് പിറ്റേ ദിവസം കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ കൊണ്ടിടും. അപ്പൊ അങ്ങനെ കഴിയിക്കുമായിരുന്നു. അതൊക്കെ അവർക്ക് ഭയങ്കര മടിയാ ചെയ്യാൻ. അതൊക്കെ ചിരി വരിക. അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് സമയത്തില്ലേ എന്തോ പീരീഡ് സമയത്ത് ആ അതുപോലെ തന്നെ ഉണ്ടാവൂല്ലേ പല തുടങ്ങാറില്ലേ? ആവണ മുമ്പേ ഉണ്ടാവും. അത് പറഞ്ഞ ഈ മൂഡിന്റെ ചേഞ്ചിങ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കുമല്ലേ? തൊണ്ണ ദേഷ്യായിരിക്കും, ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പീരീഡ് ഭയങ്കര ഇതായിരിക്കുമല്ലേ? നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവും ചില സമയത്ത്. എനിക്ക് ശബ്ദം ഭയങ്കര പ്രശ്നമായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര ഒച്ചയിൽ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു. ശബ്ദം പ്രശ്നമായിരുന്നു. മാം ഇവിടെയും സെയിം തന്നെയാണ് മാം. 3 എല്ലാം കൂടി ഒരുമിച്ച് വന്നേക്കാണ്. കോൾഡ് ഉണ്ട്, പീരിയഡ്സ് ഉണ്ട്, പിള്ളേരുടെ എക്സാം ഉണ്ട്, എല്ലാം കൂടിയിട്ട് നമുക്ക് അറിയില്ല. അതൊരു വല്ലാത്തൊരു ഫീലാണ് ഇപ്പൊ. അതാണ് ശരിക്കും ടെമ്പറാമെന്റൽ ട്ടോ. നമ്മളുടെ ഇമോഷൻസ്, മൂഡ് സ്വിങ്സ് എല്ലാം കൂടെ വരുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ആളല്ല, പക്ഷെ നമ്മൾ ആ ഒരു മൂഡ് സ്വിങ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. ഭയങ്കര ക്ഷമയുണ്ടായിരുന്ന ഒരു വ്യക്തി ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആവുന്നു. അത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ബോയ്സിന് അവരോട് ഞാൻ പ്രത്യേകം പറയും, നിങ്ങളുടെ വീട്ടിൽ അമ്മ ചേച്ചിമാരുണ്ട്, മാസത്തിൽ ചില ദിവസങ്ങളിൽ അവരിങ്ങനെ ബിഹേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു കൊടുക്കും. അവർക്കത് അറിയാം. അവര് പറയും ഞങ്ങള് ഹെൽപ്പ് ചെയ്യാറുണ്ട് മാം, അപ്പോ ഞങ്ങൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ആ കുട്ടികൾ പറയും. ഇപ്പോഴുള്ള ആൺകുട്ടികൾക്ക് അതറിയാം. അപ്പൊ അങ്ങനെ ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മൂഡ് സ്വിങ്സ്, ഇതെല്ലാം വരുന്നത് നമ്മുടെ ടെമ്പറാമെന്റലിലാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ നമ്മളുടെ ഫിസിക്കൽ ട്രേറ്റ്സിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, മോട്ടോർ എബിലിറ്റി. അത് ഫിസിക്കൽ ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇവിടെ സെപ്പറേറ്റ് ആ കൊടുത്തിരിക്കുന്ന മോട്ടോർ സ്കിൽസ്, മോട്ടോർ എബിലിറ്റി സെപ്പറേറ്റ് ആ കൊടുത്തിരിക്കുന്നത്. മോട്ടോർ എബിലിറ്റീസ് അതായത് റിയാക്ഷൻ ടൈം, സ്റ്റെഡിനെസ്, റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്, റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ് എക്സെട്ര. ഇപ്പൊ മാരത്തോൺ ഒക്കെ പോകുമ്പോൾ
ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസും ജെന്റ്സും എല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മാരത്തോണിന് പോകുന്നുണ്ട്. ഈ ഹസ്ബൻഡ് ഒക്കെ മാരത്തോണിന് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ഒന്നും ജസ്റ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ പോകുന്നത്. ഇപ്പൊ കാണാം ചില ലേഡീസ് നല്ല രീതിയിൽ ഓടും, ഇവരെക്കാളും മുമ്പിലെത്തുന്നു. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്പോർട്സിൽ നല്ല മികവുറ്റവരാണ്, പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത്. അതാണ് മോട്ടോർ എബിലിറ്റി. നമ്മൾ അവിടെ പുരുഷന്മാർ മാത്രം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അവിടെ സ്ത്രീകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുന്നവര് പുരുഷന്മാരെക്കാളും അവർ മുന്നിലേക്ക് മുമ്പാകുന്ന ഒരു കേസസ് അങ്ങനെയുള്ളതിലൊക്കെ കാണാറുണ്ട്. പിന്നെ ഈ റിയാക്ഷൻ ടൈം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തോ കത്തി എന്തോ മൂർച്ച കൂട്ടാനായിട്ട് എന്തോ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യും. നമ്മുടെ ഈ ഷീറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ഇതിനകത്ത് കത്തി നമുക്ക് അതിന്റെ ഇങ്ങനെ കറങ്ങുമ്പോ കത്തി ഇങ്ങനെ ചെയ്യും. അപ്പൊ തെറിച്ചിട്ട് വന്നിട്ട് ആളുടെ ടീഷർട്ട് എന്തോ ഇട്ടിരിക്കുകയായിരുന്നു, അതിലും ഉടക്കി. പക്ഷെ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, സ്വിച്ച് കുറച്ച് അറ്റത്തായിട്ടാ. കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കർ ഉണ്ടായിരുന്നു, അതിനോട് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പം ഇത് കാരണം ഉടുപ്പിൽ ഉടക്കി വയറിൽ ടച്ച് ചെയ്തോണ്ടിരിക്കുക, വയറ് മുറിയുക. വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വയറും കൂടെ ശരിക്കും കട്ട് ചെയ്ത് പോകും, അത്ര സ്പീഡിൽ കറങ്ങുവാണല്ലോ. അപ്പൊ ആ കൂടെയുള്ള കോവർക്കറോട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും അയാൾ ഭയങ്കരമായിട്ട് പാനിക്കായി ഇത് കണ്ടപ്പോഴേക്കും. ഇത് സ്വിച്ചിന്റെ അടുത്തേക്കല്ല ഓടുന്നേ, ആ വർക്ക്ഷോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. അപ്പൊ അവിടെയാണ് റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ റിയാക്ടിങ് ടൈം. ചിലര് സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ ബേണിങ്ങോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ആ ഒരു റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുക്കണം, ഭയങ്കര പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിരിക്കണം, പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ആ റെസ്പോൺസ് ടൈം വളരെ കുറവേ പാടുള്ളൂ. കുറെ നേരം ആലോചിച്ച് ഇരുന്ന് കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്നിട്ട് ഫ്രണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ തന്നെ നിന്ന് കാലുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുമായിരുന്നു. കാരണം ഈ പയ്യന് കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ പറയാ, പാല് വെച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുക? പാല് മേലെ ഗ്യാസ് ഓഫ് ആക്കാന് വെക്കൂല, എന്താ ചെയ്യണെന്ന് അറിയില്ല. അങ്ങനെ ചിലര് റോഡ് ക്രോസ് ചെയ്യുമ്പോ റോഡിന്റെ നടുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോണ വണ്ടി വരുമ്പോ അങ്ങനെ കാണാറില്ലേ? ശരിയാണ് ശരിയാണ്, എനിക്ക് ഇന്നലെ അങ്ങനെ സംഭവിച്ചു. ആണോ? എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു മാം. പറയൂ. പണ്ട് ഞാൻ എറണാകുളത്തായിരുന്നപ്പോ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത സമയത്ത് പെട്ടെന്നൊരു ബസ് പെട്ടെന്ന് അങ്ങ് ഭയങ്കര സ്പീഡാണല്ലോ, അപ്പത്തേനും അങ്ങ് ചീറി പാഞ്ഞു വന്നു. അപ്പൊ ഞാൻ റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, ആ റോഡിൽ കണ്ണു അടച്ച് ഞാൻ അങ്ങ് നിന്നു. ബസ്സിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരൊറ്റ ബ്രേക്കിൽ എല്ലാരും ഓടിക്കൂടി. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ബസ്സിന്റെ വരവും അത് കണ്ടതിന് എനിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോണോന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. ഞാൻ ആ റോഡിൽ കണ്ണടച്ച് ഒരൊറ്റ നിപ്പ് നിന്നു. ഇപ്പൊ മാം പറഞ്ഞപ്പോ ഞാൻ അതാ ഓർത്തത്. അപ്പൊ അതാണ് ചിലരുടെ ഒരു എന്താ പറയാ റിയാക്ടിങ് ടൈം, ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അവര് ആക്ട് ചെയ്യും. ചിലർക്ക് അത് പറ്റില്ല, അങ്ങനെയൊക്കെ. അത് വെച്ചിട്ട് നമ്മുടെ മോട്ടോർ എബിലിറ്റിയും പറയാറുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് ടു ടയേർഡ്നെസ്, ചിലര് ഭയങ്കര ടയേർഡ് ആയി കഴിഞ്ഞാൽ അവരങ്ങ് കിടപ്പായി പോകും. ചില ആൾക്കാർ പക്ഷെ എന്നാലും അവർക്കൊരു വിൽ പവർ ഉണ്ടാവും, അവരെങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും. ഇപ്പം സിയ പറഞ്ഞതുപോലെ കോൾഡും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ രാവിലെ ഇത്രയും ജോലികൾ ചെയ്യണം, ടയേർഡാന്ന് കരുതി കിടന്നില്ല, ചെയ്യേണ്ടതൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് എല്ലാം ട്രൈ ചെയ്തു. അപ്പൊ അതുണ്ട് റെസിസ്റ്റൻസ് ടു ടയേർഡ്നെസ്. അത് പറയില്ലേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചായാൻ ആളുണ്ടെങ്കിൽ നമ്മള് കുറെ കൂടെ അങ്ങ് ക്ഷീണം ആയിരിക്കും എന്ന് പറയുന്ന പോലെയാണ് അതിനവസ്ഥ. ആരും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നോക്കും. ഓക്കെ. പിന്നെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു വീട്ടിൽ തന്നെയുള്ള പലർക്കും പല ടേസ്റ്റും ഇൻട്രസ്റ്റും ആയിരിക്കും അല്ലെ. കുട്ടികൾക്ക് അവർക്ക് മൂവീസ് അവരുടെ ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും. ഇപ്പം ഹസ്ബൻഡിന് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, വൈഫിന് വേറൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ വീട്ടിലപ്പോ ടി വി കാണുന്നവരാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് അവർക്ക് വല്ല ഭക്തി അങ്ങനത്തെ അല്ലെങ്കിൽ കോമഡി അതൊക്കെ ആയിരിക്കും താല്പര്യം. ചിലർക്ക് കുക്കറി ഷോ കാണാനായിരിക്കും താല്പര്യം. അങ്ങനെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും
ടേസ്റ്റും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ തന്നെ, ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ ഫുഡിന്റെ ടേസ്റ്റ് അത് തന്നെ പലർക്ക്, ചിലർക്ക് മധുരത്തിനോടായിരിക്കും പ്രിയം, ചിലർക്ക് കുറച്ച് സ്പൈസി ഫുഡ് ആയിരിക്കും ഇഷ്ടം, അങ്ങനെ ചിലർക്ക് ബിവറേജസ് ടൈപ്പ് അല്ലെങ്കിൽ ജ്യൂസ്, ഷേക്ക്, അങ്ങനെ എന്താ പറയാ ഫ്രൂട്ട് സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം. ചിലർക്ക് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും, അവര് മധുരം ഒഴിവാക്കി ആ സാലഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. കുറെ പേർക്ക് അങ്ങനെ ഓരോ കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മെൻ വുമൻ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ശരിയാണ് മാം. 4 മക്കളുണ്ട്, 4 സെപ്പറേറ്റ് ആണ്. ഒരാൾക്ക് മധുരം ഇഷ്ടമാണ്, ഒരാൾക്ക് മധുരം ഇഷ്ടമല്ല. ഒരാൾക്ക് സിനിമ ഇഷ്ടം, ഒരാൾക്ക് കോമഡി, ഒരാൾക്ക് സോങ്. ഒരാൾ ടി വി കാണാനൊക്കെ ഫുള്ള് സോങ് ഇടും, അപ്പൊ മറ്റയാൾ വരുമ്പോ അവർക്ക് പറ്റില്ല. അങ്ങനെ 4 സ്വഭാവമാണ്. ഭക്ഷണത്തിന്റെ രീതി ഈ ടി വി കാണില്ല, 4 സ്വഭാവത്തില. അതാ പറഞ്ഞ, അതൊക്കെ നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു അമ്മയുടെ 4 മക്കളായിട്ടും ആ ഒരു ഡിഫറൻസസ് ശരിക്കും വരുന്നില്ലേ. പിന്നെ ചിലര് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്, ആളുകളെ കാണുക, ഗ്യാദർ ചെയ്യുക, ചെറിയ ഗെറ്റ് ടുഗദർ നടത്തുക, അതൊക്കെ താല്പര്യമാണ്. ചിലർക്ക് പക്ഷെ ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചിലർ. അതിന്റെ അർത്ഥം അവരങ്ങ് മൂടിയാണെന്നല്ല, അവർ ആ ലോൺലിനെസ് ആയിരിക്കും. ലോൺലിനെസ്സിന് അവർക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവർ എഴുതുമായിരിക്കും, വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു മൂവി ഒറ്റയ്ക്കിരുന്ന് കാണുന്നവരായിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അതിന്റെ അർത്ഥം അവർ ഇൻട്രോവേർട്ട് ആണെന്നല്ല. അപ്പൊ അങ്ങനെ ഹാപ്പി ഇൻ ലോൺലിനെസ് ആണെങ്കിൽ അവരതിൽ ഹാപ്പി ആകുന്ന അങ്ങനെ ഗ്രൂപ്പ്. ചിലരുണ്ട് ന്യൂട്രൽ, ലോൺലിനെസ്സിലും അവർ ഹാപ്പിയാണ്, ഗ്രൂപ്പിലായാലും അവരൊരു പാർട്ടി സ്പോയിലർ അല്ല, അവരവിടെയും ഹാപ്പിയാണ്. അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ളവരും ഉണ്ടാവും. അപ്പൊ ആ ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡും ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. പിന്നെ ചിലര് അറിയില്ലേ, കുട്ടികൾക്ക് അവരുടെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കി വേണം അവർക്ക് ഏത് ഇതിൽ അവർ പഠിക്കണം, അതിൽ കൂടെ അവർ ഏത് തൊഴിൽ, അങ്ങനെ കറക്റ്റ് അവരെ വഴിതിരിച്ച് വിട്ടു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അവരുടെ ഗോള് സെറ്റ് ചെയ്ത് അവരങ്ങ് മുന്നോട്ട് പോകും. നമ്മളായിട്ട് നിർബന്ധിച്ച് ഏതെങ്കിലും വഴി കൂടെ കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നം മുഴുവൻ കൂടുതൽ വന്നത്. അല്ലെങ്കിൽ ചില കുട്ടികൾ അങ്ങ് സബ്മിസീവ്, ഒരു സ്പോഞ്ച് പോലെയാണ്, അവർ എവിടെയാണോ കൊണ്ടുപോയിക്കുന്നത് അവിടെ എന്താണുള്ളത് അത് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ്. അബ്സോർബൻ മൈൻഡ് എന്ന് മോണ്ടിസോറി എപ്പോഴും പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ്സിലായിരിക്കും. ചിലർക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കാം, ചിലർക്ക് സ്കോളാസ്റ്റിക്, ഏതെങ്കിലും അതർ ആക്ടിവിറ്റീസ്, മ്യൂസിക്കൽ ഉണ്ടാവും, ആർട്ടിസ്റ്റിക് ഉണ്ടാവും. ചിലർ ആ സ്റ്റുഡിയസ് ആയിരിക്കും, പഠിച്ച് അങ്ങനെ പോകുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. അപ്പൊ ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ച്, അഭിരുചി, അതാണ് കേട്ടോ അതിന് മലയാളത്തിൽ പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എന്താണോ, അവരുടെ ടേസ്റ്റ് എന്താണോ, ഏത് ഫീൽഡിലേക്ക് പോകാനാണോ അവർക്ക് താല്പര്യം, അതിനനുസരിച്ച് വിടുക. നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോള് 3 years എന്തോ ആയ സമയത്ത് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ സന്ധ്യക്ക് വിളക്ക് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. അവിടെ കൃഷ്ണന്റെ ചെറിയൊരു ഐഡൽ ഉണ്ട്, ഒരു പ്രതിമയുണ്ട്. ഈ കുട്ടി അവിടെ ചെന്നിരുന്ന് ഏതോ ഒരു കീർത്തനോ അങ്ങനെ എന്തോ പാടുവാണ് കേട്ടോ. അത് കുട്ടിയുടെ പാരന്റ് ഭയങ്കര അഭിമാനത്തോടു കൂടി എന്നോട് പറയുക, അച്ഛൻ ഫാദറാണ് പറഞ്ഞത്, ഭയങ്കര ഭക്തിയാണ്, വിളക്ക് വയ്ക്കുമ്പോ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, അയ്യപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെ എന്തോ പറഞ്ഞു. ഈ ഫാദറ് നാട്ടിൽ ജോലിയുള്ള ആളല്ല, ഇടയ്ക്ക് മന്ത്ലി വൺസ് ഒക്കെ വരുന്ന ആളാ. ഈ കൊച്ചിന്റെ അമ്മ പറയാ, അങ്ങനെയൊന്നുമില്ല ജിഷേച്ചി, അവര് അത് ഇപ്പോഴത്തെ പ്രായത്തില് അവള് കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും അതാണ്, അവളങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു ആ കുട്ടി എന്നോട്. അപ്പൊ മോളെ 9th സ്റ്റാൻഡേർഡിലെത്തി അവളിപ്പം അങ്ങനത്തെ യാതൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. കുട്ടിക്ക് കംപ്ലീറ്റ് സ്പോർട്സിനോടാ താല്പര്യം. സ്കേറ്റിംഗ് ചാമ്പ്യൻ എങ്ങാണ്ടാണ്, ശ്രീലങ്കയിലൊക്കെ പോയി കളിച്ച് പ്രൈസ് ഒക്കെ കിട്ടി. ഫുൾ സ്പോർട്സ്. പിന്നെ കൂടുതലും ഇങ്ങനെ ഡ്രസ്സിങ് വരെയും ആ ഗേളിഷ് ടൈപ്പ് ഡ്രസ്സിനോടൊന്നും അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പ്രയർ, വിളക്ക് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളോട് യാതൊരു താല്പര്യം കുട്ടിക്കില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ചെറിയ ഏജിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലര് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പോവുമായിരിക്കും, ചിലർക്ക് മാറ്റങ്ങൾ വരും. അപ്പൊ അത് ഉള്ളതാണ്. എന്റെ അമ്മ ശരിക്കും അറിയാം, കാരണം അമ്മയുടെ കൂടെയാണല്ലോ അവര് വളരുന്നത്. അച്ഛൻ വല്ലപ്പോഴും
ഒക്കെ കാണുന്നതാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു കുട്ടി ഭയങ്കര ഭക്തിയാണ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അതല്ല, കുട്ടിക്ക് അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നു. ശരിക്കും അതിനിപ്പോ അങ്ങനെ ഒരു ദൈവവിശ്വാസം ഇല്ല എന്നാണ് അതിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് ടെമ്പറാമെന്റലിൽ വരും കേട്ടോ, നമ്മളുടെ മനോഭാവം, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, opinions, ideas of people. അങ്ങനെ individual difference can be seen in the beliefs of options, not opinion, options and ideas of people. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മാരീഡ് ആയ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ഈ ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയുവാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാല് വേറൊരു സ്ഥലത്തേക്ക്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന അതേ ഏരിയ അല്ലാതെ കുറെ മാറി വേറൊരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോഴേക്കും ഒരു കൾച്ചർ ഡിഫറൻസ് വരും. കാരണം ഈ ഓരോ ഫെസ്റ്റിവല് ഓരോ ഏരിയയിലും, കേരളം മുഴുവൻ എടുത്താൽ തന്നെയും ഓണം എന്തെങ്കിലും ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ക്രിസ്മസ്, പെരുന്നാളുകൾ, അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസസ് എവിടെയെങ്കിലും വരും. ഈ കല്യാണം രണ്ട് റീജിയൻസിലാണ് തമ്മിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് നല്ല പോലെ നമുക്ക് മനസ്സിലാവും. ബിലീഫിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, പിന്നെ ഐഡിയയിൽ, ആളുകളുടെ ഐഡിയയിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ല, നമുക്ക് ഓരോ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഡിഫറെന്റ് പീപ്പിൾ ഗ്രൂപ്പ്, ഇപ്പൊ നമ്മളുടെ ഏജ് അല്ലാത്ത ചെറിയ കുട്ടികളുടെ ഏജിന്റെ ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. അതേസമയം കുറച്ച് എൽഡേഴ്സ്, നല്ല പ്രായമായവരുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. നമ്മളുടെ സെയിം ഏജ്, നമ്മളുടെ ഇപ്പോൾ സ്കൂൾ ബാച്ച് ഒരു ഗ്യാതറിങ്, അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെയല്ലേ. സോ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, റിലീജിയസ്, അങ്ങനെ ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വേറൊരു രീതിയായിരിക്കും. നമ്മളൊരു പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു സെൻസ് ഉണ്ട്, നമുക്ക് വ്യക്തമായ പൊളിറ്റിക്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ സംസാരിക്കില്ല. നമുക്കറിയാം എന്ത് എവിടെ എങ്ങനെ പറയണം എന്നുള്ളത്. ആ ഒരു സെൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് റിലീജിയസ് ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, അല്ലെ. ഓക്കെ, കല്യാണം കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് കാണും. ഞാൻ ശരിക്കും പറഞ്ഞ എറണാകുളത്ത് നിന്ന് ഞാൻ ആലപ്പുഴ സൈഡിലേക്ക് കല്യാണം കഴിച്ചു പോയത്. കായംകുളം, കൊല്ലത്തിനും കായംകുളത്തിന്റെ ആലപ്പുഴയുടെ ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ കംപ്ലീറ്റ് ഡിഫറെന്റ്. അവിടുത്തെ ഓണം വേറെ രീതിയിലാണ്, വിഷു ടൈം അതും വേറെ വ്യത്യാസമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഞാൻ ഒരു 26 ഇയർ അതിന്റെ കല്യാണം കഴിച്ച് 26 വയസ്സ്. പിന്നെ ഞാൻ 26 വയസ്സ് വരെ ഞാൻ ഫോളോ ചെയ്ത ട്രഡീഷൻ ഒന്നും അല്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്. അത് ഒരു വ്യത്യാസമാണ്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ കുറെ, അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പൊ നമ്മൾ എന്താ പറയുക, നാട് വിടുമ്പോ നടുവേ ഇടണമെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ കുറെ പഴഞ്ചൊല്ലുകളില്ലേ. ചെറിയ തിന്ന നാട്ടിൽ ചെല്ലുമ്പോ നടു കഷ്ണം കഴിക്കണം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആ ഒരു പഴഞ്ചൊല്ല്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി. നമ്മൾ കാണിച്ചിരുന്ന രീതി നമുക്ക് അവിടെ കാണിക്കാൻ പറ്റിയല്ലോ. അതൊക്കെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്. പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന സെൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചില സമയത്ത് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് കാണിക്കില്ലല്ലോ. പിന്നെ ഏജ് ഗ്രൂപ്പിന്റെ ഒക്കെ നമ്മൾ പോകുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ശരിയാ മാം. എന്റെ മൂന്നാമത്തെ മോന് എന്താ വിക്കിട്ടാണ് LKG ചേർത്തിട്ട് സംസാരിച്ചത്. 3 വയസ്സ് മുതൽ സംസാരിക്കാൻ തന്നെ അറിഞ്ഞിരുന്നില്ല. പിന്നെ സ്കൂളിൽ ചേർത്ത് LKG UKG കഴിഞ്ഞ് 3ാം ക്ലാസ് കഴിഞ്ഞേക്ക് പിന്നെ നല്ല പാട്ടുകാരനായി. ആ വിക്കലൊക്കെ ഇങ്ങനെ പോയി എന്നറിയില്ല, ഇപ്പൊ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പാടും. അപ്പൊ ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞു വിക്കലൊക്കെ ഇവിടെ LKG UKG കഴിയുമ്പോഴത്തേന് അവന് സംസാരിച്ച് ശരിയാവുന്ന്. അപ്പൊ ഞാൻ ചെറുതേന് കൊടുത്താല് സംസാരം ക്ലിയർ ആവുന്ന പറഞ്ഞു. ഇനി അത് കൊടുത്തിട്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പാടുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറിൽ പാടും, വിക്കലൊക്കെ ശരിയായി. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ പറയും നമുക്ക് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാന്ന്. അവർക്ക് അറിയായിരിക്കും ഇത് മാറും എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു LKG ചേർത്തപ്പോ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു 2 വർഷം കഴിയുമ്പോ അവന് ശരിയാവുന്നതാണ്.
അത് കറക്റ്റ് ആയിട്ട് 1-ാം ക്ലാസ്സിൽ ചേർന്ന് 2-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ പിന്നെ ഇങ്ങനെ ശരിയായി വന്നു. 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഓക്കെ ആയി. നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ആളിപ്പോ ഒരു വിക്കലൊന്നും ഇല്ല. നമുക്ക് അത്ഭുതമായി പിന്നെ. ഓക്കെ ഓക്കെ, എന്തായാലും നല്ല കാര്യം. എന്തായിരുന്നു അവന്റെ പ്രശ്നം, അത് സോർട്ട് ഔട്ട് ആയത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടല്ലേ, പാട്ടിലൂടെയല്ലേ, പാട്ടുകാരനാവുമല്ലേ ചെയ്തത്. വെരി ഗുഡ്. ആ പാട്ടുകാരനായി അവന്. നല്ല വിക്കലായിരുന്നു ഓന്. ഒരു വാക്ക് പറയണമെന്നുണ്ടാവും, പക്ഷെ അതിങ്ങനെ പറഞ്ഞു വരുമ്പോ കുറേ സമയമായിരുന്നു. അപ്പൊ തേന് കൊടുക്കുക ചെയ്തത്. രാവിലെ വെറുവയറ്റില് ഓരോ ടീസ്പൂൺ തേന് കൊടുത്താല് ബുദ്ധി ഉണ്ടാവും, സംസാരം ക്ലിയർ ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ശരിയായി. അവനിപ്പോ അങ്ങനെ ഒരു വിക്കലിപ്പോ സ്പീഡ് കൂടുതലാണ്. ഏത് പാട്ട് വേണേലും അവന് പാടാൻ കഴിയുക. അങ്ങനെ ഉഷാറായിക്കുന്നു. ആ ടീച്ചേഴ്സ് പറഞ്ഞത് കറക്റ്റ് ആണ്. അന്ന് അവര് സ്കൂളിൽ ചേർത്താല് സംസാരത്തിന് ചെറിയ വിക്കലുണ്ടായാൽ ശരിയാവും, കുട്ടികളോട് സംസാരിച്ച് ശരിയാവുന്നതാണ്. അത് കറക്റ്റ് ശരിയായി. ശരിക്കും ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്, ഈ നമ്മൾ സംസാരിക്കുന്നത് പലതും ഇമിറ്റേറ്റിംഗ് ആണെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ വേറൊരാളെ സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ നേരം അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ടോൺ അറിയാതെ നമ്മളുടെ ഭാഷയിൽ വരുമല്ലോ. കുട്ടികൾ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ മോന് എന്തെങ്കിലും ചെറിയൊരു ബ്ലോക്കിംഗ് കൊണ്ടായിരിക്കാം ഈ ഒരു വിക്കല് വന്നത്. അവന്റെ പിയർ ഗ്രൂപ്പ്, അവന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പം അത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ അവന് ജസ്റ്റ് ഒരു ചെറിയ പ്രശ്നമായിരുന്നു കാണും, അത് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോ അവൻ അവരെ പോലെ സംസാരിക്കും. ഓക്കെ, അങ്ങനെ തന്നെ ആയിരുന്നു ചെറുതായിട്ട്. പിന്നെ അവനെ അങ്ങനെ പറഞ്ഞ് അവന്റെ താഴെ കുട്ടി അവൾ അങ്ങനെ പറയാൻ ശ്രമിക്കലെടുത്തി. അനുന്ന് വിളിച്ചിരുന്നു. അപ്പൊ അനുന്ന് പറയുമ്പോക്ക് ആ അനുന്ന് പറയും. അപ്പൊ അവളും അങ്ങനെ ആയി. ഇങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ വെറുതെ കുട്ടി പറയാം. അവൾക്ക് അങ്ങനെ പ്രശ്നമില്ല, പക്ഷെ അവളങ്ങനെ അവന് പറയണ കണ്ടിട്ട് അവളും അങ്ങനെ പറയാം. പിന്നെ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോ ശരിയായി. പിന്നെ അവൾക്കൊരു കുഴപ്പമില്ല. അപ്പൊ അവള് അഭിനയിക്കുന്നു പിന്നെ മനസ്സിലായത്. അവന്റെ പോലെ അവൾ പറഞ്ഞു നോക്കിയായിരിക്കും. എനിക്ക് തോന്നുന്നു വേർഡ്സിന് പവർ ഉണ്ടെന്നാ തോന്നുന്നത്. കാരണം ഞാനൊരു കേട്ട കാര്യം, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം അതിലൊരു തെറപ്പി സെഷനിൽ കേട്ടതാ. കാരണം ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ കുറെ പവർ ഉണ്ടെന്നാ പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു പവർ ഉണ്ട്. എന്താ ഒരു ബ്ലെസ്സിങ്ങോ എന്തോ അറിയില്ല. ഈ ഞാൻ കേട്ടത്, ഞാൻ സെഷൻ എടുത്തിരുന്ന ഒരു മാമിന്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഇവരെല്ലാരും നല്ല ഫെയർ ആണ്. മാമിന് ഒരു ബ്രദർ ഉണ്ട്, പുള്ളി നല്ല ഫെയർ ആണ്, കല്യാണം കഴിച്ച ആള് ഫെയർ ആണ്, പെൺകുട്ടി ഫെയർ ആണ്. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും നല്ല വെളുത്തിട്ട. രണ്ടാമതൊരു കുട്ടി ഉണ്ടായ സമയത്ത് ഭയങ്കര ഇരുനിറമായിരുന്നു. നമ്മൾ ഈ ചെവിയുടെ കളർ വെച്ചിട്ട് കുട്ടികൾക്ക് ആ കളർ തന്നെ ആയിരിക്കും. ചിലപ്പോ ജനിച്ച ഉടനെ ഭയങ്കര പിങ്ക് കളറിലിരിക്കുന്ന കുട്ടി, പക്ഷെ ചെവി കറുത്തിട്ടാണെങ്കിൽ പറയില്ലേ ആൾക്കാര്, കളറ് മാറും, കറുത്തു പോകുന്നൊക്കെ പറയില്ലേ. ഈ കുട്ടി ജനിച്ചപ്പോ തന്നെ ഇരുനിറമാണ്, ചെവി ഇങ്ങനെ കറുത്തിട്ടായിരുന്നു. ഈ കുട്ടിക്ക് ഇങ്ങനെ കറുപ്പ് കളറായി ആ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ. ഈ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കൊച്ചിനെ എപ്പോഴും കളിപ്പിക്കുമ്പോ കുട്ടിയുടെ അമ്മ ഒരു പേരും പറഞ്ഞു കേട്ടോ, പേര് ഞാൻ മറന്നുപോയി. മോൻ നല്ല സുന്ദരനാണ്, നല്ല വെളുത്ത സുന്ദരനാണ്, അങ്ങനെ പറഞ്ഞ് കളിപ്പിക്കുന്നത്. കുളിപ്പിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ പറഞ്ഞാണ്. അങ്ങനെ ഇപ്പൊ ആ വീട്ടിലെ ഏറ്റവും കളറുള്ള മോൻ അതാന്നാണ് പറയുന്നത്. ആ ഒരു മാഡം ഷെയർ ചെയ്തത് ആളുടെ ബ്രദറിന്റെ കുട്ടിയുടെ ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു വേർഡ് പവർ ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ആ മോൻ നല്ലത്. അപ്പൊ ഇവന് ഭയങ്കര ചെറുപ്പത്തിൽ അതിന് മനസ്സിലാവുണ്ടായില്ലായിരുന്നു കാണും, പക്ഷെ ഇതിനെപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ അതൊരു പവറാണ്. നമ്മളുടെ മെഡിറ്റേഷൻ അതാ ശരിക്കും. നമ്മൾ കുറെ പ്രോംപ്റ്റ്സ് പറയില്ലേ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറെ പ്രോംപ്റ്റ്സ് പറയില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കര മൈൻഡ് ക്ലിയർ ആവുന്നു, നമുക്ക് ഭയങ്കര പോസിറ്റീവ്. ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്കത് വ്യത്യാസം വരുമോ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ ഓരോ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം. സെയിം തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉരുവിടുന്ന വേർഡ്സ്, അതിനൊരു പവർ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്കത് നമ്മളുടെ ഒരു ഫീലിങ്സ് അതൊക്കെ. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാ. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ, മോന്റെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കിത് ഓർമ്മ വന്നത്, ആ കുഞ്ഞു വെളുത്ത കാര്യം ഓർമ്മ വന്നത്. സൗണ്ട് ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. അവൻ ഇത്രയും പാടുന്നില്ല ഒരു
എനിക്ക് ഒരു വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വിക്കിട്ടാ ഒന്ന് സംസാരിച്ചിരുന്നത്. ഞാൻ എങ്ങനെ ഇവന് എന്ത് വലുതായ ഇനി കുട്ടി ആകെ ഇടങ്ങാറ്. കുട്ടിക്ക് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഓന് സംസാരിക്കാൻ കിട്ടായിട്ട്. പിന്നെ ചിലപ്പോ കണ്ണിന്നൊക്കെ വെള്ളം വരും. അത് പുറത്തേക്ക് വരാത്തോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എങ്ങനെ ശരിയായിന്ന് എനിക്ക് അറിയണില്ല. ചിലപ്പോ നല്ല മദ്രസിൽ സ്കൂളൊക്കെ നല്ല പാടി സമ്മാനമൊക്കെ വാങ്ങി ഉഷാറാണ്. ഓക്കെ. സോ ലാസ്റ്റ് വൺ ഇതില് പറയുന്നത് ഇമോഷണൽ ഡിഫറൻസസ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ചിലര് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ അവരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും, സങ്കടം വന്നാലും എക്സ്പ്രസ് ചെയ്യും, സപ്രസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇമോഷണൽ ഡിഫറൻസസ് ഇതുപോലെ പലരിലും. ലവ്, അഫെക്ഷൻ, അമ്യൂസ്മെന്റ് അതെല്ലാം നല്ലതായിട്ട് നല്ല ഓപ്പൺ ആയിട്ട് വൈഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലര് പറയില്ലേ സ്നേഹമുണ്ട് പക്ഷെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ. ചില ആൾക്കാരുടെ പക്ഷെ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും പവർഫുൾ, ലൈക്ക് ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങൾ, അഗ്രസീവ്നെസ്, അതൊക്കെ ആയിരിക്കും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, മെച്യൂർ ആയിരിക്കും. ചിലര് അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമ്മെച്യൂർ ആയിരിക്കും. കാരണം നമുക്കിപ്പോ അമിതമായ സന്തോഷം വന്നാലും നമ്മൾക്ക് അവിടെ ഒരു മെച്യൂരിറ്റി, ഒരു സ്റ്റെബിലിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും. സങ്കടം വരുമ്പോ അത് ചില സമയത്ത് അപ്പോഴും നമ്മൾ അതിനൊരു നമ്മളെ ഇമോഷണൽ നമ്മുടെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദേഷ്യം സങ്കടവും ദേഷ്യങ്ങളും ഒന്നും നമ്മൾ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. ചിലത് അത് നല്ല പോലെ സ്റ്റെബിലിറ്റി കാണിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. നമ്മളുടെ അടുത്ത് ഒരാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ചൊന്നും പറയാതെ, നമുക്കറിയാം ദേഷ്യം കൊണ്ട് പറയണതാണ്, നമ്മൾ അവിടെ തിരിച്ചു പറഞ്ഞാൽ കൂടുതൽ വീണ്ടും പറയുന്നതന്നെ ഉള്ളൂ. ഓക്കെ, ചിലർ കാണാറില്ലേ കേട്ടോണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോ പ്രിൻസിപ്പൾ എന്നോട് പറയുമായിരുന്നു, അടുത്തെങ്ങാണ്ട് ഷോപ്പിലുള്ള ഒരാള് അയാൾ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന് സാറിന്റെ കോളറിൽ കയറി പിടിച്ചു. സാറ് മിണ്ടാതെ ഒന്നും സാർ റെസ്പോണ്ട് ചെയ്തതേ ഇല്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി വന്ന് സോറി പറയുകയോ എന്തോ ചെയ്തു എന്നൊക്കെ പറയണം. അപ്പൊ ശരിക്കും അതാണത്. അവിടെ ഇമോഷണലി സ്റ്റേബിൾ ആണ് സാർ. അയാൾ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോ സാർ അയാളെ പിടിച്ചു തള്ളു ഒന്നും ചെയ്തില്ല. സാർ അനങ്ങാതെ തന്നെ നിന്നു, അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. അതാണ് ചില ആളുകൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, ചിലര് അൺസ്റ്റേബിൾ ആയിരിക്കും. പറഞ്ഞു കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ പറയരുതായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി, മെച്യൂർ അത് കാണിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇതില്ല, കോസസ് ഉണ്ട്. കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്റി വരാം. അതായത് ഹെറിഡിറ്റിക്കൽ ട്രൈറ്റ്സ് ഉണ്ടായിരിക്കാം. അതായത് ഹൈറ്റ്, അതൊക്കെ നമ്മളുടെ പൂർവികർ, അച്ഛൻ എങ്ങനെയാണോ മകൻ അതുപോലെ, അമ്മ എങ്ങനെയാണോ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിലാണെങ്കിൽ അങ്ങനെ നമുക്ക് വരാം ഈ ഫിസിക്കൽ ഡിഫറൻസസ്. ഓക്കെ, കാണാറില്ലേ ചില വീട്ടിലെ ആൾക്കാർ അവരെല്ലാം അവരുടെ ബോഡി സ്ട്രക്ചറും പോസ്റ്ററും എല്ലാം ഒരുപോലെ, ആ ഫാമിലിയിലുള്ളവരൊക്കെ അങ്ങനെയായിരിക്കുന്നത്. അല്ലെങ്കിൽ മുടി ഫുൾ, ആ ഫാമിലി മുഴുവനുള്ളവർക്ക് നല്ല മുടിയുള്ളവരാണ്. പെട്ടെന്ന് കഷണ്ടി ആകുന്നവര്, അവരുടെ ഫാമിലിയില് നേരത്തെ തന്നെ കഷണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ പറയാറില്ലേ. പിന്നെ എൻവിയോൺമെന്റ് ഒരു ഫാക്ടർ തന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്. ഇപ്പോ ഭയങ്കര കോൾഡ് ക്ലൈമറ്റ്, നമ്മൾ എന്താ ചെയ്യാ, ആക്റ്റീവായിട്ടിരിക്കൂ. നമ്മള് തണുപ്പത്ത് പുറത്ത് ഇറങ്ങിയ അത്രയും തണുപ്പ്, നമ്മൾ അകത്ത് തന്നെ ഇരിക്കാനായിട്ട് നോക്കും. നല്ല മഴയാണെങ്കിൽ എൻവിയോൺമെന്റ് നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന എൻവിയോൺമെന്റ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ മാത്രമല്ല, ഞാനിപ്പോ പറഞ്ഞില്ലേ കൾച്ചർ ഡിഫറൻസ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ജീവിക്കാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന അത് മാറി നമുക്ക് വേറൊരെണ്ണം വരാനുള്ള ചാൻസ്, കസ്റ്റം, ട്രഡീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ റേസ് ആൻഡ് നാഷണാലിറ്റി. ഇപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വേറെ ആയിരിക്കും, യൂറോപ്യൻ കൺട്രീസിൽ വേറെ ആയിരിക്കാം, പിന്നെ ഗൾഫ് കൺട്രീസിൽ വേറെ ആയിരിക്കാം. അപ്പൊ അതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ സെക്സ്, ആൺ പെൺ, അവിടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ശരിക്കും ഡിഫറെന്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലേ മെൻ ആർ സ്ട്രോങ് ഇൻ മെന്റൽ പവർ. പിന്നെ മെമ്മറിയുടെ കാര്യത്തില് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻ ഫിസിക്കലി സ്ട്രോങ്ങും വുമൺ മെന്റലി സ്ട്രോങ് എന്നല്ലേ പറയുന്നത്. ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടു. ഓക്കെ, പിന്നെ വുമൺ കൂടുതലും മെമ്മറി കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. പിന്നെ ലാംഗ്വേജ്, ഈസ്തറ്റിക് സെൻസ്, ഇങ്ങനെ അഭിരുചി എല്ലാം നല്ല ഭംഗിയായിട്ട് വെക്കുക, അതൊക്കെ ലേഡീസിനായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ കമ്പാരിറ്റീവ്ലി, ജനറലി ഉള്ള കാര്യമാണ്.
പിന്നെ ഏജ് ഓൾസോ അനദർ ഫാക്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഓരോ ഏജ് ഗ്രൂപ്പിൽ പോകുന്നതും നമ്മളുടെ ഏജും എല്ലാം ഓരോ ഏജ് ആകുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ ഡിഫറൻസസ് മാറി മാറി വരും. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ഒരു എബിലിറ്റി ആയിരിക്കും, ആ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്നുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കുട്ടി വളരുന്നതിനനുസരിച്ച് അവന്റെ മെച്യൂരിറ്റി ഡെവലപ്മെന്റ് എല്ലാം വളർന്നുകൊണ്ടേയിരിക്കും. ആ ഡിഫറൻസസിനൊക്കെ വ്യത്യാസം വരും. ഏജ് ഒരു ഫാക്ടറാണ്. എഡ്യൂക്കേഷനും ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് ജനറേഷൻ ഗ്യാപ്പും ഒരു വ്യത്യാസമല്ലേ? അതെ അതെ, ബ്രെയിൻ സൈസ് തന്നെ മാറിയിരിക്കുക. ലൈക്ക് നമ്മള് പണ്ട് അപ്പൊ എന്റെ ആ ഒരു കാലഘട്ടത്തില് ടീച്ചേഴ്സിനെ കാണുന്ന പോലെയല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ ടീച്ചേഴ്സിനെ കാണുന്നത്. ആ ഒരു ഭയങ്കര ഒരു വ്യത്യാസം. അവർക്ക് ആ ഒരു റെസ്പെക്ട് കാണിക്കില്ല, അവര് സ്നേഹം കാണിക്കില്ല, അങ്ങനെയൊക്കെ നല്ല വ്യത്യാസം. പക്ഷെ മലബാർ ഏരിയയിൽ കുറെ കൂടെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറച്ചുകൂടെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരിടത്തും ഈ ഡിജിറ്റൽ വേൾഡില് കൂടുതൽ കിടക്കാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മലപ്പുറം ഏരിയ തോന്നിയിട്ടുള്ളത്. അവിടെ വായനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് നല്ല ഭംഗിയായിട്ട് പോകുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടീച്ചർമാരെ അവിടെ അറിയാം മലപ്പുറം ഏരിയയിൽ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അത്ര ഭംഗിയായിട്ടൊന്നും കേട്ടിട്ടേ ഇല്ല. ഇപ്പോഴത്തെ കാലഘട്ടമാണോ പറയുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഒരു രീതി വേറെ. റെസ്പെക്ട് കുറവാണ് ടീച്ചറെ ഇപ്പൊ അല്ലേ? പൊതുവെ കുട്ടികൾക്ക് നമുക്കൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പൊ തന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നും. ഇപ്പോഴത്തെ ഒരു വർഷം കഴിഞ്ഞ ആ ടീച്ചറോട് സ്നേഹം തീർന്നു. കഴിഞ്ഞ ദിവസം 9th grade 10th grade പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോ അത് ചില കുട്ടികൾക്ക് അങ്ങനെയാ, അവര് ഇങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അവര് വന്ന് ക്ലാസ്സിലിരിക്കുക. ഇന്നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ ഒരു കുട്ടിയുടെ, മറ്റേ ആ ഒരു അയ്യപ്പന്റെ പടത്തില് അഭിനയിച്ച ഒരു കുട്ടി പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അത്, ഞങ്ങൾ പണ്ടത്തെ കുട്ടികളുടെ പോലെയൊന്നുമല്ല, ഓവർ ക്യൂട്ട്നെസ് ഒന്നും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി പറയുന്നത്. ഒരു പടത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അയ്യപ്പനായിട്ട് വന്നിട്ടുള്ള ഒരു സ്വാമിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടി. ആ കുട്ടി അതന്നെ മാളികപ്പുറത്തിൽ ആ കുട്ടി പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളിങ്ങനെ ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് നടക്കുന്ന കുട്ടികളൊന്നുമല്ല ഇപ്പോ, ഞങ്ങളെല്ലാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. കുട്ടികളുടെ കേസിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കില്, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കില് 3 മരുമക്കളാണ്. മൂത്ത ആള് ഞാനാണ്, രണ്ടാമത്തെ ആള് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്, പിന്നത്തെ ആള് അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ 3 പേരുടെ വേരിയേഷൻസും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം പുട്ടുണ്ടാക്കുന്നതാന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് വന്നപ്പോ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അവിടെ കുറെ തേങ്ങ ഇട്ടിട്ടാ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരകുമ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓ ഇത്രയും തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ ഇട്ടിട്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്റെ ക്യാരക്ടർ. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് വന്ന ആള് പുട്ടില് തേങ്ങ ഇടാതെ തന്നെ ഉണ്ടാക്കാന്നുള്ള ഒരു ലെവലിലേക്കായി. മൂന്നാമത്തെ ആള് വിചാരിച്ചു പുട്ടേ ഉണ്ടാക്കണ്ട. ആ ഒരു അങ്ങനെയാണ് ഇവിടത്തെ, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ ജനറേഷൻ ഗ്യാപ്പ് പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പൊ 3 പേരും 5 വർഷത്തെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ 3 പേരുടെയും ആ ഒരു സ്വഭാവം, 3 പേര് ഇപ്പൊ ഞാൻ കണ്ടു, ഞാൻ മൂത്ത ആളായതുകൊണ്ട് 3 പേരുടെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികള്, അപ്പൊ ഇത്രയാ പ്രതീക്ഷിച്ചാൽ മതി അവരിൽ നിന്ന് പറയാറുണ്ട്. അത് ശരിയാണ് ഈ പറഞ്ഞത്. പുട്ടില് തേങ്ങ ഇടാൻ അയക്കൂല ഇപ്പത്തെ പിള്ളേര്. 2 കുട്ടികൾ, ഒരാൾക്ക് നല്ല തേങ്ങ ഇടണം, ഒരാൾക്ക് തേങ്ങ ഇടാതെ ആവിയിൽ വേവിക്കണം. അപ്പൊ ഇവളെ പുട്ടിട്ട് തേങ്ങ എടുത്തിട്ട് അവന് ഇവൾക്ക് പുട്ടിട്ട് തേങ്ങ കണ്ടാൽ കഴിക്കാൻ തോന്നൂല അറിയും. അപ്പൊ കുട്ടികള് പല ഐറ്റത്തിലാണ് ഇപ്പൊ. ശരി തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ. നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു കേട്ടോ.
മോഡ്യൂൾ 1 ഇതിപ്പോ നിങ്ങൾക്ക് പാർട്ട് 2 ആണ്. പാർട്ട് 3 പാർട്ട് 4 കൂടെ കഴിയുമ്പോൾ മോഡ്യൂൾ 1 തീരും. മോഡ്യൂൾ 1 തീർന്നു കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ അല്ലേ? ഓക്കെ, ഫൈൻഡ് അപ്പ്. Thank you, ma'am. താങ്ക് യു മാം. ബൈ. Thank you. Thank you, ma'am. Thank you, ma'am. Good Good night, ma'am. Good night, ma'am. Good night. Thank you, ma'am. Good night. Good night, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, bye.